ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സിവിൽ എക്സൈസ് ഓഫീസർ 2025 അല്ലെ, നിങ്ങളെല്ലാം എക്സൈസ് സർവീസിലേക്ക് അണിചേരാൻ ഒരുക്കമായി എന്ന് എനിക്കറിയാം. പൊരിഞ്ഞ പോരാട്ടമാണ്. എക്സൈസ് ജോലി സ്വപ്നം കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്കുള്ള സുവർണാവസരമാണ്. 2025 ഒരു മെഗാ നോട്ടിഫിക്കേഷൻ കേരള PSC പുറപ്പെടുവിച്ചതിൽ ഏറ്റവും ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു സിവിൽ എക്സൈസ് ഓഫീസർ 2025 സ്പെഷ്യൽ ടോപ്പിക്. നമ്മുടെ വിഷയം അതാണ്. നിങ്ങളുടെ സിലബസിൽ നമുക്കറിയാം എത്ര മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക് എന്നറിയാമല്ലോ. ആ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പ്രധാനപ്പെട്ട സവിസ്തരമായിട്ടുള്ള ഒരു പരിശോധന നമുക്ക് പെട്ടെന്ന് നടത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാഖിൽ RS. സിവിൽ എക്സൈസ് ഓഫീസർ എത്ര മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്? നിങ്ങളുടെ സിലബസിൽ എത്ര മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഉദ്യോഗാർത്ഥികളെ, നിങ്ങളുടെ സിലബസിൽ 20 മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക് അല്ലേ. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടോ? സ്പെഷ്യൽ ടോപ്പിക് ആകെ മാറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സിലബസിൽ പ്രകടമായ മാറ്റങ്ങളില്ല. ആകെ ഉള്ള മാറ്റം IT ആക്ട് 2000, IT ആക്ടിൽ ചെറിയ പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാതെ സ്പെഷ്യൽ ടോപ്പിക്കിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. സിലബസിലേക്ക് നമുക്ക് പെട്ടെന്ന് പോയാൽ നമുക്കറിയാം, നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ വിലപ്പെട്ട 4 മാർക്ക്, ഏറ്റവും കൂടുതൽ മാർക്കിന് പരീക്ഷയ്ക്ക് കഴിഞ്ഞ എക്സൈസ് പരീക്ഷയ്ക്ക് എല്ലാം ചോദിച്ച ഒന്നാണ് ദി അബ്കാരി ആക്ട് 1077. ആ അബ്കാരി ആക്ട് ആണ് 4 മാർക്കിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അബ്കാരി ആക്ടിലെ പ്രധാനപ്പെട്ടത് ജൂറിസ്ഡിക്ഷൻ ഓഫ് ആൾ ആസ്പെക്ട്സ് ഓഫ് ലിക്കർ അല്ലെ, മദ്യം കൈകാര്യം ചെയ്യേണ്ട അധികാര പരിധി, അതിന്റെ എവിടം മുതൽ എവിടം വരെയാണ്. ചില മദ്യത്തിന്റെയൊക്കെ നമുക്കറിയാം കേരളത്തിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആസാമിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന, ഡിഫൻസ് ഒള്ളി അല്ലെ, ഇത്തരത്തിലുള്ള മദ്യങ്ങളുടെ എല്ലാം തന്നെ ജൂറിസ്ഡിക്ഷൻ ഓൾ ആസ്പെക്ട്സിനെ കുറിച്ച് പഠിക്കണം. ഇമ്പോർട്ട് എക്സ്പോർട്ട് ഉണ്ടോ, കയറ്റുമതി ഇറക്കുമതി, അതിന്റെ ഗതാഗതം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വാട്ട് ഈസ് ലിക്കർ, എന്താണ് ലിക്കർ എന്നുള്ളത്, അതുപോലെ എന്താണ് പിന്നീട് അരക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. അബ്കാരി റവന്യൂ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് പബ്ലിക് ഇൻ അബ്കാരി കേസസ്, വളരെ പ്രധാനപ്പെട്ട വകുപ്പാണത് അബ്കാരി കേസസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മുടെ അബ്കാരി ആക്ട് 4 മാർക്ക്. സവിസ്തരം സിലബസിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്കറിയാം സെക്ഷൻസ് പ്രതിപാദിക്കുന്നുണ്ട് കണ്ടോ. ക്രൈംസ്, കോമൺ ക്രൈംസ്, സെഷൻസ് ഓഫ് കോമൺ ക്രൈംസ് 81 and 2, 13, 15A, B, C, 55G and 55I, H, L, 56, 58 ഉണ്ടോ. പ്രധാനപ്പെട്ട എല്ലാ അബ്കാരി ആക്ട് സെക്ഷൻസും ഉണ്ട്. നിങ്ങളുടെ സിലബസിൽ 4 മാർക്കാണ് അല്ലെ. അടുത്തത് NDPS ആക്ട്, നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്, വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. 2 മാർക്കിന് നിങ്ങളുടെ സിലബസിലുണ്ട് അല്ലെ. നീഡ് ഫോർ ഇനാക്ട്മെന്റ്, ജൂറിസ്ഡിക്ഷൻ, ഡെഫിനിഷൻ, ഡ്രഗ്സ് പ്രസന്റേഷൻ അല്ലെ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ ഓഫ് നാർക്കോട്ടിക്സ് ഡ്രഗ്സ് അല്ലെ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിൽ വധശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമുണ്ടോ? ഉണ്ട് എന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ കോപ്പ കൃഷി ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ, അല്ലെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ, പോപ്പി കൃഷി ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക, സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യുക, സർക്കാരിൽ നിന്ന് അനധികൃതമായി അനുമതി നേടി, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കടുത്ത കുറ്റകൃത്യങ്ങളായി പ്രതിപാദിക്കുന്നുണ്ട്. NDPS ആക്ടിനെ പറ്റി പറയേണ്ടതില്ല. നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് അല്ലെ, ഇത്തരം പ്രവർത്തനത്തിനായി വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലം, വാടകയ്ക്ക് കൊടുക്കുന്ന വ്യക്തി കുറ്റക്കാരനാകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നുണ്ട് അല്ലെ. അടുത്തത് മൊഡ്യൂൾ 3 ആണ്, ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് 1968. 3 മാർക്കിന്റെ അടുത്ത ടോപ്പിക്കാണ്. നമുക്കറിയാം ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് കഴിഞ്ഞ പരീക്ഷയ്ക്കും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചൊരു ഭാഗമാണ്. ഡെഫിനിഷൻ ആണ്, ബ്ലെൻഡിങ്, കോമ്പൗണ്ടിങ് ഉണ്ടോ, റിഡ്യൂസിങ്, എന്താണ് ഫോർട്ടിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അതുപോലെ മൊഡ്യൂൾ 4 ഫോറിൻ ലിക്കർ റൂൾസ് ആണ്. ഫോറിൻ ലിക്കർ റൂൾസ് 3 മാർക്കിനാണ്. സിവിൽ എക്സൈസ് ഓഫീസർ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കുറെ സെക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് മാത്രം അറിഞ്ഞിരിക്കണമെന്നല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ നെയിംസ് ഓഫ് ഡിഫറെന്റ് ലൈസൻസസ്, അതുപോലെ സ്ട്രെങ്ത് ഓഫ് ലിക്കർ, അതുപോലെ തന്നെ ബിയർ, സ്ട്രെങ്ത് ഓഫ് ബിയർ, ഒരു ബിയറിന്റെ സ്ട്രെങ്ത് കണ്ടന്റ്, ആൽക്കഹോൾ കണ്ടന്റ് എന്തായിരിക്കണം, ആൻഡ് വൈൻ അല്ലെ, ലോവസ്റ്റ് ലിമിറ്റ് ആൾസോ, ഡിസ്റ്റൻസ് റൂൾസ് ഉണ്ടോ, ഇതെല്ലാം പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് ഫോറിൻ ലിക്കർ റൂൾസ് 3 മാർക്കിന്റെ
ടോപ്പിക്കാണ്. അതുപോലെ 3 മാർക്കിന് അടുത്തതാണ് എന്താണ് കോപ്റ്റ ആക്ട് 2003. നമുക്കറിയാം അല്ലേ, സിഗരറ്റ്സ് ആൻഡ് ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് എന്ന് പറയും. സിഗരറ്റ്സ് ആൻഡ് ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003. ഇതില് പബ്ലിക് സ്മോക്കിംഗ് ബാൻഡ് ടൊബാക്കോ അല്ലെ, പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്, എന്താണ് അതിനുള്ള ശിക്ഷ, കുറ്റകരമായ പ്രവൃത്തി എന്തുകൊണ്ടാണ് അങ്ങനെ പിന്നീട് പറഞ്ഞിരിക്കുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എത്ര മീറ്റർ പരിധിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല, പുകയിലയുമായി ബന്ധപ്പെട്ട മറ്റ് ഉൽപ്പന്നങ്ങൾ പിന്നെ അതിന്റെ അനധികൃതമായിട്ടുള്ള വ്യാപാരം അത് ജാമ്യമില്ലാത്ത കുറ്റകൃത്യമാണ്, മനസ്സിലാവുന്നുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഭാഗത്ത് പ്രതിപാദിക്കുന്നു. ഏതാണ് കോപ്റ്റ ആക്ട്, കോപ്റ്റ 2003, സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 6 ആണ്. അടുത്ത മൊഡ്യൂൾ ആണ് കാമ്പയിൻ അഗൈൻസ്റ്റ് ആൽക്കഹോളിസം. കാമ്പയിൻ അഗൈൻസ്റ്റ് ആൽക്കഹോളിസം, മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് അല്ലെ. നമുക്കറിയാം മദ്യപാനത്തിനെതിരെയുള്ള മദ്യവർജനത്തിനുള്ള ക്യാമ്പയിനുകളാണ്. നമുക്കറിയാം എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഒരുപാട് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണാറുണ്ട് അല്ലേ. നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ എക്സൈസിന്റെ മികച്ച ഉദ്യോഗസ്ഥർ എത്തി ഈ മദ്യപാനത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെയുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നു. ഇതെല്ലാം അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, അവർ ചെയ്യേണ്ടതാണ്. 3 മാർക്കിന്റെ ഭാഗമാണ്. കണ്ടോ, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഓഫ് ലിക്കർ പ്രൊഹിബിഷൻ അല്ലോ, മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന പരാമർശങ്ങൾ, ആർട്ടിക്കിൾസ് മുതലായവയെ പറ്റി ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷൻസ് എന്തെല്ലാമാണ് അല്ലെ. ലിക്കർ കൺസംഷൻ പെർസെന്റേജ് സിനാരിയോ നീഡഡ് ഫോർ റെഗുലേഷൻ ക്യാമ്പയിൻ അഗൈൻസ്റ്റ് ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അഡിക്ഷൻ, വിമുക്തി പ്രോഗ്രാം. കണ്ടോ, സർക്കാരിന്റെ വിമുക്തി പ്രോഗ്രാമിന് വേണ്ടി എക്സൈസ് വകുപ്പ് എല്ലാ വർഷവും വിമുക്തിക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ഫിലിം മത്സരങ്ങളും വ്യത്യസ്തമായ ക്യാമ്പയിനുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. നിങ്ങൾ കേൾക്കാറുണ്ട്. വിമുക്തി വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. ഫംഗ്ഷണറീസ് അണ്ടർ ദി വിമുക്തി പ്രോഗ്രാമിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട ക്യാമ്പയിനുകൾ, പ്രവർത്തികൾ മുതലായവയാണ്. ഇനിയോ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, അവസാനത്തെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ അവസാനത്തെ 2 മാർക്കിന്റെ ടോപ്പിക്കാണ് IT ആക്ട്. IT ആക്ട് 2000 നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. IT ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഏതെല്ലാം അല്ലെ, കുറ്റകൃത്യങ്ങളുടെ ശിക്ഷാവിധികൾ എന്തെല്ലാമാണ്, സൈബർ ടെററിസം എന്താണ് സ്റ്റോൾക്കിംഗ് എന്നറിയപ്പെടുന്നത് എന്താണ്, അതുപോലെ സൈബർ ബുള്ളിംഗ് എന്നറിയപ്പെടുന്ന കുറ്റകൃത്യം ആണോ അല്ലെ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഹാക്കിംഗ് ഒരു കുറ്റകൃത്യമാണ്. there are 2 types of hackers നമ്മൾ പറഞ്ഞു, വൈറ്റ് ആൻഡ് ഗ്രേ ഹാക്കേഴ്സ് അല്ലെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ IT ആക്ടിൽ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ചില സെക്ഷനുകൾ ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടു. അത് 67B വരെയൊക്കെയാണ് പഴയ സിലബസിൽ ഉണ്ടായിരുന്നത്. 72 അതുപോലെ 77B ഒക്കെ തന്നെ പിന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടത്. വിശദമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് സിവിൽ എക്സൈസ് ഓഫീസറുടെ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ലൈവ് റെക്കോർഡിംഗ് ക്ലാസ് മുറികളിൽ നിങ്ങൾക്ക് ലഭിക്കും. സിവിൽ എക്സൈസ് ഓഫീസർ ആകാൻ നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ, അതിൻ്റെ ഒരു പുതിയ കോഴ്സ് പരിചയപ്പെടുത്തുകയാണ്. മാറിയ സിലബസിനെ ഉൾക്കൊണ്ടുകൊണ്ട് സിലബസിനെ സവിസ്തരം പരിശോധിക്കുന്ന ഈ ഒരു സിവിൽ എക്സൈസ് ഓഫീസർ പഠനത്തിന്റെ സ്പിരിറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുന്നു. ഈ ഒരു പുതിയ ബാച്ച് നമുക്ക് കൃത്യമായി തന്നെ നിങ്ങൾക്ക് അംഗമാകാം. നിങ്ങൾക്ക് ഈ പുതിയ ബാച്ചിൽ ചേരാനുള്ള അവസരമുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഈ ഒരു ബാച്ചിൽ അണിചേരാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, സിവിൽ എക്സൈസ് ഓഫീസർ ആകാനുള്ള നിങ്ങളുടെ ശ്രമം, നിങ്ങളുടെ ആഗ്രഹം, അത് വെറും ആഗ്രഹമല്ല, തീരുമാനമാകുന്നിടത്ത് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്, നമ്മുടെ ചുരുങ്ങിയ സമയം കൊണ്ട് വിശാലമായ ടോപ്പിക്കിന്റെ ഓരോ സെഷൻസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും സ്പെഷ്യൽ ടോപ്പിക്ക് ഏതെല്ലാമാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന കാര്യം ഒരു സൂചന നൽകുകയാണ് ചെയ്തത്. ഈ ഓരോ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഓരോ ഭാഗത്തെ സംബന്ധിച്ചും വിശദമായിട്ടുള്ള പഠനവുമായി നമുക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ലൈവ് ക്ലാസ്സിൽ തുടർന്ന് കാണാം. സിലബസ് നമ്മൾ എത്ര മാർക്കിനാണെന്നാണ് പറഞ്ഞു തുടങ്ങി. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നിങ്ങളുടെ സിലബസിൽ. ഫസ്റ്റ് ആക്ട് ദി അബ്കാരി ആക്ട് 1077 4 മാർക്കിന്റെ ടോപ്പിക് അബ്കാരി ആക്ട് ആയിരുന്നു. രണ്ടാമത്തത് നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്, അത് 2 മാർക്കിനെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ടത് നമുക്കറിയാം എന്താണ്, ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ്
1968 3 മാർക്കിന്റെ ടോപ്പിക്കായിരുന്നു. മൊഡ്യൂൾ നമ്പർ 4 ഫോറിൻ ലിക്കർ റൂൾസ് 3 മാർക്കിന്റെ സിലബസിലെ ടോപ്പിക്കായിരുന്നു. മൊഡ്യൂൾ 5 കോപ്റ്റ എന്നറിയപ്പെട്ടു അല്ലെ. നമുക്കറിയാം എന്താണ് കോറ്റ്പ എന്ന് പറഞ്ഞാൽ. കോറ്റ്പ ആക്ട്, സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003 ഉണ്ടോ. കോറ്റ്പ ആക്ട് കോറ്റ്പ 3 മാർക്കാണ്. അതുപോലെ തന്നെ മൊഡ്യൂൾ 6 കമ്പൈൻ അഗൈൻസ്റ്റ് ആൽക്കഹോളിസം ആണ്. അതുപോലെ IT ആക്ട് 2000 അല്ലെ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 2 മാർക്ക്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ അവിടെ പ്രതിപാദിച്ചത്. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ ലൈവ് ക്ലാസ്സിൽ സിവിൽ എക്സൈസ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.